സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ സജ്ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്നറിയോ? നമ്മൾക്കെല്ലാവർക്കും ശത്രുക്കളുണ്ട്, പലതരത്തിലെ ശത്രുക്കളാണ്. അപ്പോൾ ചിലർ പറയും, അയ്യോ എനിക്ക് ശത്രുക്കളൊന്നുമില്ല, കാരണം ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു ശത്രുക്കളും ഇല്ല എന്ന്. നമ്മൾ ദ്രോഹം ചെയ്താൽ മാത്രമാണോ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുക? നമ്മളോട് പല ആൾക്കാർക്ക് അസൂയ ഉണ്ടാവും, കുശുമ്പ് ഉണ്ടാവും, കണ്ടുകൂടായ്മ ഉണ്ടാവും, മറയത്ത് നിന്ന് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇത്തരത്തിലുള്ള ശത്രുക്കൾ നമുക്കുണ്ടാകും. എന്നാൽ ഇത് മാത്രമാണോ നമ്മുടെ ശത്രുക്കൾ? ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ശത്രുക്കളുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? അതാണ് നമ്മുടെ രോഗങ്ങൾ. ഭാര്യയ്ക്ക് രോഗം വരുന്നു, അത് കഴിയുമ്പോഴേക്ക് ഭർത്താവിന് വരുന്നു, ഭർത്താവിന് കഴിയുമ്പോഴേക്ക് മക്കൾക്ക് വരുന്നു, അത് കഴിയുമ്പോഴേക്ക് അച്ഛന് വരുന്നു, അമ്മയ്ക്ക് വരുന്നു. അങ്ങനെ ഓരോ ആൾക്കാർക്കും രോഗങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? അപ്പോൾ ഈ രോഗങ്ങൾ നമ്മുടെ ശത്രുവാണല്ലോ, നമുക്ക് ദോഷം ചെയ്യുന്നതല്ലേ നമ്മുടെ ശത്രുക്കൾ. അതുപോലെ തന്നെയാണ് നമുക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവും. ആ ദുരിതങ്ങളും നമുക്ക് ദോഷം ചെയ്യുന്നതല്ലേ, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്നതല്ലോ. അപ്പോൾ അത് നമ്മുടെ ശത്രുവല്ലേ? ആ ശത്രുക്കൾ നമുക്കില്ലേ? പലതരത്തിലുള്ള ദുരിതങ്ങൾ നമ്മൾ കാണുന്നില്ലേ? മക്കളെ കൊണ്ട്, അച്ഛനെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, സഹോദരന്മാരെ കൊണ്ട്, അയൽവാസികളെ കൊണ്ട്, ഇങ്ങനെ ഓരോ ആൾക്കാരെ കൊണ്ട് നമുക്ക് ദുരിതം ഉണ്ടാകുന്നുണ്ട്. ഇത് കൂടാതെയോ ദാരിദ്ര്യം ദുരിതമല്ലേ? അത് ദോഷമല്ലേ? അത് നമ്മുടെ ശത്രുവല്ലേ? അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ശത്രുക്കളുണ്ട്. പിന്നെ ഇത് പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഒരുപാട് ശത്രുക്കളുണ്ട്. കാറ്റായിട്ടും മഴയായിട്ടും പലതരത്തിലും നമുക്ക് ശത്രുത ഉണ്ടാകുന്നുണ്ട്. ഇതുകൂടാതെ മൃഗങ്ങളിൽ നിന്ന് ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശത്രുക്കളില്ലാത്ത ആരാ ഇല്ലത്? എല്ലാവർക്കും ശത്രുക്കളുണ്ട്. ഏതെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടാകും എന്നർത്ഥം. അപ്പം ഇങ്ങനെ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ശത്രുക്കളാണെങ്കിൽ സാധാരണഗതിയിലെ ശത്രുക്കൾ നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് അതിനെ പരാജയപ്പെടുത്തും. ഇത് നമ്മൾക്ക് പറ്റാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നവരോ? നമ്മൾ നേരെ ഈശ്വരൻ്റെ അടുത്തേക്കാണ് പോവുക. ഈശ്വരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ശത്രുത ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ നിരവധി കാര്യങ്ങൾ ചെയ്യും. എന്താണ്? നിഷ്ഠയോടുള്ള മന്ത്രജപം നടത്തുന്ന ആൾക്കാരുണ്ട്, നിരവധി വഴിപാടുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്, ഹോമങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ സർപ്പങ്ങൾക്ക് ഉപ്പും മഞ്ഞളും സമർപ്പിക്കുക, മുരുകന് പഞ്ചഗവ്യം കൊടുക്കുക, അല്ലെങ്കിൽ പഞ്ചഗവ്യം കൊണ്ടുള്ള അഭിഷേകം ചെയ്യുക, അതുപോലെ തന്നെ എണ്ണ കൊണ്ടുള്ള അഭിഷേകം ചെയ്യുക, നാരങ്ങമാല ചാർത്തുക. ഇതൊക്കെ ഓരോ ക്ഷേത്രത്തിൽ ചെയ്യുന്നതാ. ശിവഭഗവാന് തേൻ കൊണ്ടുള്ള അഭിഷേകം നടത്തുക, ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പണം നടത്തുക, അതുപോലെ തന്നെ ചുവന്ന പുഷ്പത്തിൻ്റെ മാല സമർപ്പിക്കുക, അയ്യപ്പന് ഭസ്മാഭിഷേകം നടത്തുക, ഹനുമാന് വെറ്റില മാല ചാർത്തുക തുടങ്ങിയവയെല്ലാം ഈ പറയുന്ന ശത്രു സംഹാരത്തിന് വേണ്ടി ചെയ്യുന്ന വഴിപാടുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ വഴിപാട് ചെയ്യുന്നത് കൂടി തന്നെ അത് വഴിപാട് ചെയ്തിട്ട് നമ്മൾ പൊടിയും തട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതിന് ഗുണം കിട്ടണം. വഴിപാട് നിങ്ങൾ ചെയ്തോളൂ, അത് നല്ല തന്നെ. ഇനി വഴിപാട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇഷ്ടദേവനുണ്ടാവും. ആ ദേവനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ, ആ ദേവനെ നിത്യവും മന്ത്രം കൊണ്ട് സ്തുതിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സകല ദുരിതവും മാറിക്കിട്ടും. എല്ലാവർക്കും എല്ലാ സമയത്തും ദുരിതവും കഷ്ടപ്പാടും ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും വഴിപാട് കൊടുക്കാൻ കഴിയുന്നു വരില്ല. ഇനി വഴിപാട് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആ വഴിപാട് കൃത്യമായി കൊടുത്ത് അതിനുശേഷം ഏത് ദേവനാണോ ആ വഴിപാട് കൊടുത്തത് ആ ദേവനെ സ്തുതിച്ചും കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമായ മന്ത്രം നമുക്കാവും വിധത്തിലുള്ള കടുപ്പമില്ലല്ല, സാധാരണക്കാരിലും സാധാരണക്കാരായ ആൾക്കാർക്ക് ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ആ ശത്രുവിൻ ശക്തി കുറക്കുക. ഈ മന്ത്രത്തിന് അത്രയേറെ ശക്തി ഉണ്ട് കേട്ടോ. ആ ക്ഷേത്രത്തിൽ കൊടുക്കുന്നു, അതേപോലെ തന്നെ ഈ മന്ത്രം കൂടി ജപിക്കുമ്പോൾ നല്ല പവറായിരിക്കും, നമ്മുടെ എല്ലാ ദുരിതങ്ങളും ഇല്ലാതെയാക്കാൻ പറ്റും. ഈ ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് വേണം?
ഈ പറയുന്ന മന്ത്രം നമുക്ക് ഓരോ ദേവതയെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. ശിവനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, വിഷ്ണുവിനെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, ദേവിയുടെ ആൾക്കാരുണ്ടാവും, അയ്യപ്പൻ്റെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ദേവതാ സങ്കല്പങ്ങളുണ്ടാവും. ആ ദേവതയുടെ അല്ലെങ്കിൽ ആ ദേവതയെ നമ്മൾ നല്ലതുപോലെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി 108 ആവർത്തി ഈ മന്ത്രം നിത്യവും നമ്മൾ ജപിക്കുക. ഇനി വഴിപാട് നടത്തിയ ദിവസമാണെങ്കിൽ വഴിപാട് നടത്തിയിട്ടാണെങ്കിൽ നടത്തിയ ആ ക്ഷേത്രത്തിൽ വെച്ച് ചെയ്യാൻ പറ്റും ഉത്തമം. ആ ക്ഷേത്രത്തിൽ നമ്മൾ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് 108 ആവർത്തി ഈ മന്ത്രം ജപിച്ചാലും മതി. വളരെ ലളിതമായിട്ട് ഏറ്റവും ചെറിയ മന്ത്രമാണ് ഇതറിയാത്ത അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോലും സ്വയം ചൊല്ലാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ശരി നരസിംഹമൂർത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അതാണ് നമ്മുടെ ഇഷ്ടദേവനെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓം നാരസിംഹായ നമഃ. വിഷമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും ചൊല്ലോ. ഭക്തിയോടുകൂടി ആ ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനിയല്ല ഈ നാരസിംഹായ നമഃ എന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ നരസിംഹത്തിൻ്റെ രൂപം നമ്മൾ നല്ലതുപോലെ മനസ്സിൽ വിചാരിച്ചിട്ട് ഓം നമോ നാരായണായ ജപിച്ചാൽ മതി. രണ്ടും ഒന്ന് തന്നെയാണ്. നരസിംഹത്തിൻ്റെ രൂപത്തിനെ നമ്മൾ ജപിക്കുകയും അതേ പേരെടുത്ത് പറയുമ്പോഴും കുറച്ചും കൂടി പവർ കൂടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ഒരിത്. ഇനി അതല്ല എങ്കിൽ നമ്മൾക്ക് ദേവിയുടെ മന്ത്രം, ദേവിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ദേവിയെ ഇതേപോലെ മന്ത്രം ചൊല്ലിയിട്ട് പ്രീതിപ്പെടുത്താം. അതെന്താണ്? ഓം ചിന്നമസ്തായയേ നമഃ. ഇത് ചൊല്ല. ഇത് ദേവിയുടെ ഒരു മന്ത്രമാണ്. ഏതായാലും അത് 108 ആവർത്തി ജപിക്കണം, അത് മറന്നു പോരുത്. പിന്നെയോ ദേവിയിൽ തന്നെ കുറച്ചും കൂടി കൂടിയ ഇനമാണ് ഭദ്രകാളി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലൊന്നുമില്ല. ഓം ഭദ്രകാളിയേ നമ 108 ആവർത്തി പറഞ്ഞതേ ഉള്ളൂ. ഇനി ശിവൻ്റെ തന്നെ കുറച്ചും കൂടി കടുപ്പമുള്ളൊരു മന്ത്രമുണ്ട്. കാരണം ഭൂതപ്രേത പിശാചുകളെല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് ജപചരടൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്ത്രം കൂടിയാണ്. അതെന്ന് വെച്ചാൽ അഘോരമൂർത്തിയായ ദേവനാണ്. അതിൻ്റെ ഏറ്റവും ചെറിയൊരു രൂപമാണ് ഓം അഘോരായ നമഃ എന്നുള്ളത്. അപ്പോൾ അത് ശിവമന്ത്രമാണ്. ഇനി ഇതേപോലെ തന്നെയാണ് സാക്ഷാൽ നാരായണൻ്റെ ഒരു മന്ത്രം. നാരായണൻ എല്ലാ ശത്രുക്കളെയും നിഹനം ചെയ്തത് അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓം ചക്രരാജായ നമഃ എന്നുള്ളത് അതും വളരെ പ്രാധാന്യം. അതുപോലെ തന്നെ നാഗങ്ങളെ കൊണ്ടുള്ള മറ്റുള്ള പലതരത്തിലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓം ഗരുഡായ നമഃ. ഇനി ഇതുമല്ല, നിങ്ങൾക്ക് ഈ പറയുന്ന ദേവതകളെക്കാളും കൂടുതൽ ശാസ്താവിനെയാണ് നിങ്ങൾക്ക് ഏറെ പ്രിയമെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ശാസ്താവിൻ്റെ മന്ത്രം ജപിക്കാം. അതെങ്ങനെയാണ്? ഓം ക്ഷുരികാപാണയേ നമഃ. ശാസ്താവിൻ്റെ മന്ത്രം. ഇനിയല്ല ധനം അതുപോലെ ശത്രു എല്ലാം ഒന്നിച്ചില്ലാണ്ടാക്കാൻ പറ്റും. ധനം ഉണ്ടാവുകയും ശത്രുവിനെ ഇല്ലാതാക്കുകയും ചെയ്യും. കാരണം നമ്മുടെ ദോഷങ്ങൾ മാറുമ്പോഴാണ് അവിടെ ധനം ഉണ്ടാവുക. ഇത് രണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ആര്? വിഷ്ണുവിൻ്റെ തന്നെ മറ്റൊരു മന്ത്രമാണ് ഓം ശ്രീ ലക്ഷ്മി നാരസിംഹായ നമഃ എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഒരു കാളിയുടെ മന്ത്രം പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഞാൻ പറയട്ടെ, കാളിയുടെ ഏറ്റവും പവർഫുള്ളായ മന്ത്രമുണ്ട്, മൂലമന്ത്രം. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു ആചാര്യനിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ഞാനിവിടെ നിങ്ങൾക്കത് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഓം ക്രീം 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 നമഃ. ഇത് ശരിക്കും ഒരു ആചാര്യത്തിൽ നിന്ന് വേണം. ഇത് എന്തുകൊണ്ടറിയോ? ഈ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും, പക്ഷെ ആ മന്ത്രം ചൊല്ലുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ അത് മൂലമന്ത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് വിധത്തിലാണ് അതിന് തയ്യാറാവേണ്ടതെന്നുണ്ട്. മന്ത്രം നമുക്ക് കേൾക്കാനും ചൊല്ലാനും പറ്റും, പക്ഷെ അത് നമ്മൾ കൃത്യമായി ഉപാസിക്കുന്ന ആൾക്കാർക്ക് ചൊല്ലണമെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ തലം മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ ജീവിതത്തെ പകർത്തണം. അതൊരു ആചാര്യനിൽ നിന്ന് നേരിട്ടാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതുപോലെ തന്നെ ശിവൻ്റെ മറ്റൊരു മന്ത്രം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ഓം വീരഭദ്രായ നമഃ എന്ന് വെച്ചാൽ ഈ വീരഭദ്രൻ്റെ രൂപം, കാരണം ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു യോദ്ധാവിൻ്റെ രൂപമാണ് വീരഭദ്രൻ എന്ന് പറയുന്നത്. കാരണം കൊട്ടിയൂരിലുള്ള അറിയാലോ, നമ്മുടെ ദക്ഷൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് വീരഭദ്രനും കാളികയും എടുത്തെന്ന് പറയുന്നത്. അപ്പോൾ അത് വീരഭദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ എന്താണോ പറയുന്നത് അത് അതേപടി അനുസരിക്കാൻ, ശിവഭക്തന്മാർ എന്താണോ ചെയ്യാൻ വേണ്ടി
എന്താണോ ആവശ്യമുള്ളത് അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദേവതാ രൂപമാണ് വീരഭദ്രൻ്റെത്. അപ്പോൾ ആ വീരഭദ്രനെ ഈ തരത്തിൽ നമ്മൾ ജപിക്കുക. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ എല്ലാ മന്ത്രവും നമുക്ക് ജപിക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് ഏതാണോ ഒരു ദേവത, ആ ദേവതയുടെ മന്ത്രം മാത്രം കൃത്യമായി നിഷ്ഠയോടുകൂടി നമ്മൾ ജപിക്കാം. ഇന്നൊരു ദേവൻ്റെ ജപിച്ചു, നാളെ ഒരു ദേവനെ ജപിച്ച്, മറ്റന്നാൾ വേറൊരു ദേവൻ്റെതാവരുത്. ഏതാണോ ഇന്ന് ജപിക്കുന്നത് അതന്നെ തുടർന്ന് എല്ലാ ദിവസവും നമ്മൾ ഇത്തരത്തിൽ ജപിക്കുക, ഒരു 108 ആവർത്തി. ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് ഏതാണോ അവിടെ ഉള്ളത് ആ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറിയിരുന്ന് എല്ലാ പ്രദർശനം എല്ലാം കഴിഞ്ഞ് പ്രസാദമെല്ലാം വാങ്ങിച്ചിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറിയിരുന്നിട്ട് ഇത്തരത്തിൽ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ്. വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.